പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠ അവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസെഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠ അവകാശപ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായിത്തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠ അവകാശമോ യോസെഫിന് ലഭിച്ചു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോ, കർമ്മി. യോബേലിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ ഷെമയ്യാവ്, അവൻ്റെ മകൻ ഗോഗ്, അവൻ്റെ മകൻ ഷിമയി, അവൻ്റെ മകൻ മീഖ, അവൻ്റെ മകൻ രയായാവ്, അവൻ്റെ മകൻ ബാൽ, അവൻ്റെ മകൻ ബെയേര. അവനെ അശൂർ രാജാവായ തിഗ്ലത് പിലേസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലംകുലമായി അവൻ്റെ സഹോദരന്മാർ ആരെന്നാൽ, തലവനായ യെയീയേൽ, സെഖര്യാവ്, അരോവേരിൽ നെബോവും ബാൽമയോനും വരെ പാർത്ത ബേല. അവൻ യോബേലിൻ്റെ മകനായ ഷേമയുടെ മകനായ ആസാസിൻ്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിൻ്റെ കാലത്ത് അവർ ഹഗ്രീയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ച് പാർത്തു. ഗാദിൻ്റെ പുത്രന്മാർ അവർക്ക് എതിരെ ബാശാൻ ദേശത്ത് സൽക്കാ വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാബാം, എനായി, ബാശാനിലെ ഷാബാത്ത്. അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മീഖായേൽ, മെഷുല്ലാം, ഷേബ, യോരായി, യഖാൻ, സിയ, ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹയിലിൻ്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യാരോഹയുടെ മകൻ, അവൻ ഗിലെയാദിൻ്റെ മകൻ, അവൻ മീഖായേലിൻ്റെ മകൻ, അവൻ യെശീശയുടെ മകൻ, അവൻ യഹദോവിൻ്റെ മകൻ, അവൻ ബൂസിൻ്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാശാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോധാമിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യെരോബെയാമിൻ്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയും പാതി ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയം എടുപ്പാനും വില്ലുകുലച്ച് എയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രീയരോടും യദൂർ നാഹാഗ്രിയരോടും യദൂർ നാഫീസ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രീയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഗതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാശാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകിപ്പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത് ഏഫർ, ഇസി, എലിയേൽ, അസ്ത്രിയേൽ, ഇരമ്യാവ്, ഹോദവ്യാവ്, യഹദീയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ആയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അശൂർ രാജാവായ പൂലിൻ്റെയും അശൂർ രാജാവായ തിഗ്ലത് പിലേസറിൻ്റെയും മനസ്സുണർത്തി. അവൻ രൂബേനിരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.